നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ദന്തക്രമീകരണ ചികിത്സയിലെ ചില നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം തിരുവനന്തപുരം ഗവൺമെൻറ് ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജനും ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഓർത്തോപീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റും സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്ടർക്കുള്ള 2023 അവാർഡ് ജേതാവും കൂടിയായിട്ടുള്ള ഡോക്ടർ ബാബു ഈസി ആണുള്ളത്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ദന്ത ക്രമീകരണ ചികിത്സ അത് എപ്പോഴാണ് നടത്തുന്നത്? എത്ര വേഗത്തിൽ ചെയ്യേണ്ട ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം അതൊക്കെ എങ്ങനെയാണ്? ദന്തക്രമീകരണ ചികിത്സ ഏത് പ്രായത്തിലും ചെയ്യാം. അത് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് പ്രായത്തിലാണോ പല്ലുകൾക്ക് വ്യത്യാസമുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഓർത്തോഡോണ്ടിക്സിൻ്റെ കാര്യം ഒന്ന് പറയാം. ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നാണ് ഈ സ്പെഷ്യാലിറ്റിയുടെ മൊത്തം പേര്. ഓർത്തോസ് എന്ന് പറഞ്ഞാൽ ഓർത്തോ, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കറക്റ്റ് എന്നാണ് അർത്ഥം. തെറ്റായിരിക്കുന്ന അവസ്ഥ എപ്പോഴാണോ പല്ലിനുള്ളത് അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ പ്രായത്തിൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പം കറക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. അപ്പോൾ കുഞ്ഞു പ്രായം തൊട്ട് എത്ര ഏജ് വരെയും, ഇപ്പം പല്ലിനും എല്ലിനും ആരോഗ്യമുള്ള ഏത് പ്രായത്തിലും നമുക്കിത് ചെയ്തു പോകാവുന്നതാണ്. പല്ലിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ ഗ്രോയിങ് പീരീഡിൽ എന്ന് വെച്ചാൽ വളർച്ച ഹോർമോൺ ശരീരത്തിലുള്ള സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ പല്ലുകളെ പൊസിഷൻ ചെയ്യുമ്പോൾ അത് അതേ പൊസിഷനിൽ നിലനിൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് വളരുന്ന പ്രായത്തിലാണ്. അതിന് ചുറ്റും എല്ലിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ചെറിയ പ്രായത്തിൽ വളർച്ച, ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ, ആൺകുട്ടികൾക്ക് മീശയും താടിയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ട്, ഗ്രോത്ത് സ്പേർട്ടുള്ള ഒരു പീരീഡ്. ആ പീരീഡിൽ ചെയ്താൽ നല്ലപോലെ റിസൾട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ഏത് സ്പെഷ്യലിസ്റ്റാണ് ഈ ഒരു ദന്ത ക്രമീകരണ ചികിത്സ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ MDS ഇൻ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് 3 വർഷം ഈ BDSന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് 3 വർഷം PG ഓർത്തോഡോണ്ടിക്സിൽ ചെയ്ത ഡോക്ടർമാരാണ് ദന്തക്രമീകരണ ചികിത്സ ചെയ്യുന്നത്. അത് ഒരുപാട് ശ്രദ്ധിച്ച് പല്ലുകളുടെ ഘടനയും എല്ലിൻ്റെ ഘടനയും താടി എല്ലിൻ്റെ ഘടനയും എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, ബാക്കി ഇപ്പം നമ്മൾ മൂവ് ചെയ്യേണ്ട എല്ലിനകത്ത് പല്ലുകൾ എങ്ങനെയുണ്ട്, അതിനകത്ത് എക്സ്ട്രാ പല്ലുകളുണ്ടോ, അതിൻ്റെ ചരിവുകൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും താടി എല്ലിനകത്ത് ഈ പല്ലിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നോക്കണം കറക്റ്റായിട്ട്. കാരണം നമുക്കറിയാം, നമ്മൾ കടിച്ച് പൊട്ടിക്കുന്നത് ഏകദേശം ഒരാൾക്ക് 75 കിലോ തൊട്ട് ഒരു 125 kg വരെ ഫോഴ്സ് കൊടുക്കാൻ പറ്റും താടിയിലുണ്ട്. അപ്പം പല്ലുകൾ പല രീതിയിലേക്ക് മാറിയിരുന്നാൽ നമ്മൾക്ക് കടിക്കുമ്പോൾ ആ ഫോഴ്സ് വേറെ രീതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ താടിയെല്ലിനും നമ്മുടെ ഇവിടെയുള്ള ജോയിൻറ്റ്, അതിന് ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് എന്നാണ് പറയുന്നത്, അതിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഡോക്ടർമാരുടെ പ്രത്യേകത, അവർ വളരെ കൃത്യമായിട്ട് ഒരുപാട് ജേർണൽസും കാര്യങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഈ ഓർത്തോഡോണ്ടിക്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. എന്നുവെച്ചാൽ നമ്മളത് ധനുഷ്കോടിയൊക്കെ നമ്മൾ പോയിട്ടില്ലേ, അപ്പോൾ അവിടെ 2 സൈഡിലും നമുക്ക് കടൽ കാണാം. അപ്പം ഇതാണ് ഒരു പല്ലിൻ്റെ മോഡൽ. ഈ മോഡലിൽ 2 സൈഡിലും എന്ന് പറഞ്ഞാൽ 2 കടലുണ്ടെന്ന് തന്നെ വിചാരിക്കുക. 2 കടലെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ചുണ്ട്, കവിള് എന്നുള്ള കടൽ, അകത്തുനിന്ന് വായുടെ അകത്ത് ഭാഗത്ത് നാക്ക് എന്ന് പറഞ്ഞൊരു കടൽ. ഈ 2 കടലും എപ്പോഴും തിരയടിക്കുന്ന പോലെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും ചുണ്ടും അനങ്ങുന്നുണ്ട്, നാക്കും അനങ്ങുന്നുണ്ട്. അപ്പോൾ അത് മൂവ്മെൻറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നിടത്തായിരിക്കും നമ്മുടെ പല്ലുകളുടെ കൃത്യമായ പൊസിഷൻ, ന്യൂട്രൽ പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുക. അതല്ലാതെ ബാക്കി സ്ഥലങ്ങളിലേക്ക് നമ്മൾ പൊസിഷൻ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവയ്ക്ക് മിക്കവാറും സമയങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. കാരണം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു പോയാൽ അത് വീണ്ടും ട്രീറ്റ്മെൻറ്റ് റിലാപ്സ് വരികയും വീണ്ടും പല്ല് കമ്പിയിടുകയും അങ്ങനെയുള്ള ചികിത്സകളാവുകയും നമ്മൾ ജോയിൻറ്റിന് പെയിൻ വരികയൊക്കെ ചെയ്യും.
അപ്പം ഈ രീതിയിൽ പല്ലിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ചികിത്സയിലേക്ക് പോകും. ഈ കണക്കിനാണ് നമ്മൾ ഡെൻറ്റിസ്റ്റുകൾ ഇപ്പം എക്സ്റേ എടുത്തിട്ട് MDS ഓർത്തോഡോണ്ടിക്സ് ഉള്ള ആൾക്കാർ സെൽഫ് ട്രേസിംഗ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വരച്ച് നമ്മൾ വീടിൻ്റെ പ്ലോട്ടൊക്കെ വരയ്ക്കുന്ന പോലെ പ്ലാനൊക്കെ വരച്ച് ട്രേസ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് നോക്കി കേരള പോപ്പുലേഷൻ ആണെങ്കിൽ കേരള പോപ്പുലേഷന് പാകത്തിനുള്ള വാല്യൂസ് നോക്കി അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എത്തുന്നത്. പല്ല് എടുക്കണോ, എടുത്ത് ചെയ്യണോ, എടുക്കാതെ ചെയ്യണോ, ഇനി സർജറി വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതുപോലുള്ള കാൽക്കുലേഷൻസ്. അതുപോലെ ഇതുപോലുള്ള പല്ലിൻ്റെ മോഡലിലെ ഓരോ പല്ലിൻ്റെയും വീതിയും ഈ ആർച്ചിൻ്റെ ഫുള്ള് വീതിയും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചികിത്സ ചെയ്യുമ്പോൾ വളരുന്ന പ്രായത്തിലാണ് കുട്ടികൾ ഉള്ളതെങ്കിൽ അവരുടെ പാരൻസിനെ കാണുന്നത് നല്ലതായിരിക്കും. കാരണം ജെനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് അച്ഛനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന മുഖഭാവങ്ങളുണ്ട് കുട്ടികളുടെ. അപ്പോൾ അവരുടെ കുഞ്ഞു പ്രായത്തിൽ ഇവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ വളർന്നു കഴിഞ്ഞ മോഡൽ, അവർ അച്ഛനോ അമ്മയോ ഇപ്പം മിക്സപ്പായിട്ടും വരാം, അച്ഛൻ്റെ താടിയിലും വരാം, അമ്മയുടെ താടിയിലും വരാം, അല്ലെങ്കിൽ നെറ്റി, താടിയല് എന്നിവ മിക്സായിട്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും ചികിത്സയുടെ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ സമയത്ത് ചികിത്സയ്ക്ക് അവരെ കാണുന്നത് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവരെയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. കാരണം നമുക്കൊരു വളർന്ന മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം മിക്കവാറും അതേ ഷേപ്പുള്ള കുട്ടികൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ആ മോഡലിലേക്ക് വളർന്നു പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ചെയ്യാം. സ്പീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാം, പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ കാത്തിരിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇതിനുള്ളൊരു പ്രധാന മാർഗങ്ങൾ, ഈ ഒരു ചികിത്സാ രീതികൾ, അതൊക്കെ പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ അതൊക്കെ എങ്ങനെയാണ്? പല്ല് കമ്പിയിടുന്ന കാര്യങ്ങളിൽ ചികിത്സാ രീതികൾ നമ്മൾ ആദ്യം കുഞ്ഞു പ്രായത്തിൽ നമ്മൾ തുടങ്ങുന്നത് മയോ ഫങ്ഷണൽ ഓർത്തോപീഡിക്സ് എന്ന് പറയും. അത് താടി എല്ലിൻ്റെ പല്ലുകളുടെയൊക്കെ നീളം, ഇപ്പോൾ താടി നീളം കൂടിയ ആൾക്കാരുണ്ടാവും, അപ്പോൾ താടിക്ക് നീളം കുറഞ്ഞ ആൾക്കാരുണ്ടാവും. അത് വളരുന്ന പ്രായത്തിൽ നമുക്ക് ഈ ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വിവിധ അപ്ലയൻസസ് ഉപയോഗിക്കാറുണ്ട്. മയോ ഫങ്ഷണൽ തെറാപ്പി, അത് ട്വിൻ ബ്ലോക്ക്, ഫ്രാങ്കിൾ, ഇതുപോലുള്ള അപ്ലയൻസസ് ഉണ്ട്. പിന്നെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മയോ ബ്രേസ് പോലെയുള്ള അപ്ലയൻസസ് ഉണ്ട്. ഈ അപ്ലയൻസ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മോഡലൊക്കെ എടുത്ത് ഓരോ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ആണ് നമ്മളതിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ യങ് ഏജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള മുത്തുകൾ, പല്ലിൻ്റെ നമ്മൾ ബ്രേസസ് എന്ന് പറയും, ബ്രാക്കറ്റ്സ് എന്ന് പറയും, പല രീതിയിലുള്ള സാധനങ്ങൾ, പല്ലിൻ്റെ കളറുള്ളതുണ്ട്, സ്റ്റീൽ കളറുള്ളതുണ്ട്, പിന്നെ പല്ലിനകത്ത് വെച്ച് ഇപ്പം ഇത് പല്ലിൻ്റെ മേലെ നമ്മൾ വെച്ച് ഒട്ടിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതിനകത്ത് സൈഡിൽ പല്ലിൻ്റെ ഉൾഭാഗങ്ങളിൽ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ലിംഗൽ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയും. ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കൂടുതൽ ആളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത് അലൈനർ, ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അത് കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാം. ഇപ്പം ചില ആൾക്കാർക്ക് ഈ മെറ്റാലിക് സ്മൈൽ ഇഷ്ടമല്ല, ബ്രേസസ് ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഡെൻ്റൽ വിസിറ്റ് ചെയ്യുന്നതൊക്കെ പ്രാക്ടിക്കൽ അല്ലാത്ത ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ഹോം ഡെലിവറി പോലുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു MDS ഓർത്തോഡോണ്ടിസ്റ്റിനെ കൃത്യമായിട്ടും IOS എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തോഡോണ്ടിക് സൊസൈറ്റിയുടെ എൻഡോസ്ഡ് ആയിട്ടുള്ള ഓർത്തോഡോണ്ടിസ്റ്റുകളെ കണ്ട് അവർ പ്ലാൻ ചെയ്ത് അവർ ആ ഒരു മോഡൽ സ്കാൻ ചെയ്തതിന് ശേഷം വർക്കപ്പ് ചെയ്ത് പല സ്റ്റെപ്പുകളായി പ്ലാൻ ചെയ്തതിന് ശേഷം വളരെ കൃത്യമായ അലൈൻമെൻറ്റിലേക്ക് എത്തിയതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരുപാട് ഫോളോ അപ്പും കാര്യങ്ങളും കൃത്യമായിട്ട് ഓൺലൈനായിട്ടും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സയാണ് അലൈനർ. ഒരുപാട് ചികിത്സകൾ അലൈനർ വഴി നടക്കുന്നുണ്ട്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം, പക്ഷേ അതിനേക്കാളും ആ ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം, പറയൂ. നമസ്കാരം സാർ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. രാധാകൃഷ്ണനാണ് പേര്. ഞാൻ കഴിഞ്ഞ മാസം ഈ പല്ല് എനിക്ക് കുറച്ച് പല്ല് വച്ചു, എന്നിട്ട് ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തു. റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഒരു 2 ആഴ്ചയായി എനിക്ക് ഭയങ്കര അസാധ്യമായ വേദന. ഈ റൂട്ട് കനാൽ ചെയ്ത ഭാഗവും താഴെയും പല്ല് വച്ചു, എക്സ്ട്രാ വച്ചു.
അവിടെയും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. ഞാൻ ഇന്നലെ പോയി ആന്റിബയോട്ടിക്, ആ ഡോക്ടറെ കണ്ട ആന്റിബയോട്ടിക് വീണ്ടും എഴുതി തന്നു. അവർ പറഞ്ഞു വേറൊരു എല്ലാം അവിടെ, വേറൊരു പല്ല് അങ്ങ് കടവായിൽ അങ്ങ് കിടക്കുകയാണ്, പക്ഷെ അത് വെളിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അവർ പിന്നെ ഒരു എക്സ്റേ ഒക്കെ എഴുതി തന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടറെ? ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, റൂട്ട് കനാൽ ചെയ്ത പല്ലിൻ്റെ ഭാഗത്ത് വേദന. മറ്റേത് 18 വയസ്സിൽ വരേണ്ട വിസ്ഡം ടൂത്ത് എല്ലിനകത്ത് കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള അവസ്ഥ. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളത് എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കണ്ടെത്തുക. ഏതാണ് എന്നുള്ള കാര്യം ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം അത് ചെയ്യുക. ഇപ്പം എല്ലിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന പല്ലിനാണ് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യുക. റൂട്ട് കനാൽ ചെയ്ത് ടൂത്തിനാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് RCT ചെയ്യാൻ, റൂട്ട് കനാൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം വേദന വന്നുവെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്ത് റെഡിയാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം ചെയ്താൽ മതി, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായിരുന്നു കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പല്ല് സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, ശുചീകരണ മാർഗ്ഗങ്ങളുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ്? അത് മനസ്സിലാക്കുന്നതിന് മുമ്പേ, പല്ല് വൃത്തിയാക്കുന്നതിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പേ ഈ ടൂത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ജീവികൾക്ക് പല്ലുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ദന്തശുചീകരണം ചെയ്യുന്നത്? ഇപ്പം നമ്മളുടെ ടൂത്തിൻ്റെ ഡിസൈൻ കണ്ടാൽ അതൊരു നമ്മൾ വിമാനമൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കാറൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ വളരെ നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ലോപ്പുകളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കാണാം. ഈ പല്ലിൻ്റെ ഫ്രണ്ടിൽ ഇവിടുന്ന് ഒരു സ്ലോപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു സ്ലോപ്പ്, ഒരു കോൺകേവിറ്റി, പിന്നെ ഒരു കോൺവെക്സിറ്റി, പിന്നെ കോൺകേവിറ്റി. അപ്പോൾ ആ രീതിയിൽ പല രീതിയിൽ ഫുഡ് നമ്മുടെ പല്ലിലേക്ക് വന്ന് കയറുമ്പോൾ അത് ഒഴുകി മാറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പല്ല് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പല്ല് വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തിന്നുക എന്നുള്ളതാണ്. പല്ലിലൂടെ കയറി ഇറങ്ങുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കടിച്ച് ചവച്ചരച്ച് തിന്നുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതാണ് നമ്മുടെ പല്ലിൻ്റെ ശുചീകരണത്തിൽ ഒരു 85% എങ്കിലും ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, ഫ്ലോസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 85%നെ മാറ്റി വെച്ചിട്ട് നമ്മൾ വളരെ ചെറിയൊരു രീതിയിലേക്ക്, ഇപ്പം 15%, 20% ബ്രഷിങ്ങിലേക്കോ അല്ലെങ്കിൽ ഫ്ലോസിങ്ങിലേക്കോ മൗത്ത് വാഷിലേക്കോ ഒക്കെ തിരിയും. അപ്പം ആ ഒരു കാര്യത്തിന് ആൾക്കാർ ഒരുപാട് സ്ട്രെസ് ചെയ്യും. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേവിച്ച ആഹാരങ്ങൾ കഴിക്കാറുണ്ട്, വേവിക്കാത്ത ആഹാരങ്ങൾ കഴിക്കാറുണ്ട്, ഒട്ടിപ്പിടിക്കുന്നതും മധുരമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ വേവിച്ച ആഹാരങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ മധുരമുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ അത് പല്ലിലും മോണയിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് മറികടക്കാനായിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന എളുപ്പ വഴി ഒരു ആപ്പിളോ ക്യാരറ്റോ കുക്കുംബറോ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത പപ്പായയോ സവർജില്ലുണ്ടെങ്കിൽ സവർജില്ലോ അല്ലെങ്കിൽ കരിമ്പ്, പൈനാപ്പിൾ, ഇതുപോലെയുള്ള പല്ലിൽ കൂടെ കയറി ഇറങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ തന്നെ പല്ല് ഏകദേശം ഒരു 90% വൃത്തിയായിട്ടുണ്ടാവും. ഈ വൃത്തിയായതിനു ശേഷം ബാക്കി തങ്ങി നിൽക്കുന്ന ചെറിയ പൊടിപടലങ്ങളും കറകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രഷ് വേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ ബ്രഷ് ചെയ്യും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ആളുകൾ ബ്രഷ് ചെയ്യുന്നത് നാട്ടുകാർ പറയുന്ന രീതിയിലാണ്. അയൽവക്കക്കാരെ എന്ത് ചെയ്യുന്നു, അയൽവക്കക്കാർ ഏത് ബ്രഷ് ചെയ്യുന്നു, അങ്ങനെയാണ് ആളുകൾ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, ഓരോ ആളുടെ പല്ലിൻ്റെ ഘടനയ്ക്കും അനുസരിച്ചിട്ട് ഒരു ബ്രഷിങ് രീതി കാണും. നമുക്ക് എല്ലാവർക്കും എളുപ്പം ജനറലായിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കാനാണ്, എല്ലാം പൊതുവാക്കി ജനറലൈസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ഇവിടെ വേണ്ടത്. പ്രത്യേകിച്ചും പല്ല് വളരെ ചെറിയതാണ്, അതിൻ്റെ ഇടകളിലൊക്കെ അഴുക്കുകൾ വന്നിരിക്കാനും പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ ആ ഭാഗങ്ങളിൽ അഴുക്ക് വന്നിരിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആളുടെയും പല്ലിൻ്റെ ഘടനയ്ക്കനുസരിച്ചുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബ്രഷിംഗ് രീതിയാണ് വേണ്ടത്.
അത് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം. ഹാർഡ് ബ്രഷിൻ്റെ ആവശ്യമൊന്നും ഒരിക്കലും വരാറില്ല. വളരെ സോഫ്റ്റായിട്ട് അതിനും പ്രത്യേക രീതികളുണ്ട്. മോഡിഫൈഡ് ബാസ് ടെക്നിക്കുണ്ട്, ചാർട്ടേഴ്സ് മെത്തേഡുണ്ട്, സ്റ്റിൽമാൻസ് മെത്തേഡുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്കുകളുണ്ട്. ഈ രീതികളിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ദന്ത ഡോക്ടറെ അടുത്ത് പോയിട്ട് ബ്രഷ് കൊണ്ട് ചെന്നതിന് ശേഷം ഇത് കാണിച്ചു തരാൻ പറഞ്ഞാൽ അപ്പോഴേ ഡോക്ടർക്കും അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ പല്ലിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചുള്ള ബ്രഷിംഗ് ടെക്നിക്ക് ഏതാണ് എന്ന്. അല്ലാതെ നമ്മളിപ്പം പരസ്യത്തിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ അയൽവക്കക്കാർ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് പറയുന്ന പോലെയോ ഒന്നും ബ്രഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പല്ലിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് നിങ്ങളുടെ മോണയും പല്ലിനെയും മുറിവുണ്ടാക്കും. ബ്രഷ് കൊണ്ട് വളരെ ക്രൂരമായിട്ട് നിങ്ങളുടെ പല്ലിനെ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ പല്ലുകൾ നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി അതിനെ വളരെ സാവകാശം 2 മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതി. പക്ഷേ അത് ടൂത്തിൻ്റെ എല്ലാ സർഫസിലും വൃത്തിയാക്കണം. ഡോക്ടർ, നമ്മൾ ഗർഭിണികൾക്ക് പല രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ദന്ത സംരക്ഷണം അത് എങ്ങനെയൊക്കെയാണ്? ഗർഭിണികളുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് അവരെ അമ്മയായിട്ട് കരുതാം. എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പം ശുഭമായി തുടങ്ങിയാൽ ശുഭമായി അവസാനിക്കും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ പ്രസവ വേദന അതൊരു പ്രാണവേദനയാണ് എന്ന് പറയാറുണ്ട്. ഈ പ്രസവകാലത്തെ പല്ലുവേദന എന്ന് പറഞ്ഞാൽ അതുക്കും മേലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഏതൊരു സ്ത്രീയും പുരുഷനും അവർ അതിനു മുമ്പേ കൂടുതലും അമ്മയ്ക്കാണ് കരുതൽ വേണ്ടത്, അച്ഛന് വേണ്ട എന്നല്ല. പക്ഷേ സ്ത്രീകൾ അമ്മയാകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പേ കൃത്യമായ ദന്തപരിചരണം ഉറപ്പാക്കേണ്ടതാണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടിയെ സാരമായി ബാധിക്കാറുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങളും കുട്ടികൾക്ക് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 മാസ കാലയളവിൽ നമുക്ക് വേദനകൾ വരുവാണെങ്കിൽ ആ സമയത്തുള്ള മരുന്നുകൾ, പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കുട്ടിയുടെ ഓർഗൻസ്, ആദ്യത്തെ 3 മാസമാണ് ഓർഗനോജെനിസിസ് നടക്കുന്നത്. കുട്ടികളുടെ ഓരോ അവയവങ്ങളും വളർന്നു വരുന്നത് ആദ്യത്തെ 3 മാസമാണ്. അപ്പോൾ ആ സമയത്ത് കഴിക്കുന്ന മരുന്നുകളോ പല്ലിലുള്ള വേദനയോ ഒക്കെ കുട്ടിയെ സാരമായി ബാധിക്കാം. നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റുന്ന സമയം 4 മാസം തൊട്ട് 6 മാസം വരെയുള്ള സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യ ചികിത്സകളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അവസാനമുള്ള തേർഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ചികിത്സകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ ടൈം ലേബർ ഉണ്ടാവാനോ കുട്ടിയുടെ ബാക്കി മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡെൻ്റൽ ചെക്കപ്പ്, എക്സ്റേ എടുക്കുന്നത് കുട്ടി വയറ്റിലുള്ള സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? പല്ലിൽ കേടുകളുണ്ടെങ്കിൽ അത് അടച്ചു വെക്കണം, മോണയിൽ അഴുക്കുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം, റൂട്ട് കനാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, പല്ല് പറിച്ചു കളയാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ നിങ്ങൾ മാറ്റി വെക്കണം. കാരണം അതെല്ലാം ചെയ്ത് റെഡിയായില്ല എന്നുണ്ടെങ്കിൽ ഈ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നൊരു കാര്യമാണ് ഒരു വ്യക്തി, ഒരു സ്ത്രീ അമ്മയാവുന്നതിലൂടെ നടക്കുന്ന നെക്സ്റ്റ് ജനറേഷനാണ്. അപ്പോൾ ആ ജനറേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ അമ്മയിൽ നിന്നേ തുടങ്ങണം. ആ തുടങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായ ഡെൻ്റൽ ചെക്കപ്പുകൾ നമ്മൾ ഡെൻറ്റിസ്റ്റുകളും ആരോഗ്യവകുപ്പും പറയുന്നത് എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെൻ്റൽ ചെക്കപ്പ്, വേദനയുണ്ടോ വേദനയില്ലയോ നോക്കിയതിന് ശേഷമല്ല, അല്ലാതെ തന്നെ എല്ലാ 6 മാസത്തിലും കൃത്യമായ ഡെൻ്റൽ ചെക്കപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കേടുകളോ പ്രശ്നങ്ങളോ അഴുക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, അടയ്ക്കുക. കൂർത്ത പല്ലുകളുണ്ടെങ്കിൽ അത് പറിച്ച് കളയുക. അതിൻ്റെ അറ്റം കൊണ്ടാലും പ്രശ്നങ്ങൾ, കവിളിൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ഡെൻ്റൽ ചെക്കപ്പ് എടുക്കുകയും അവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടെ അവരുടെ സമ്മതത്തോടെ അത്യാവശ്യത്തിനുള്ള ചികിത്സകൾ ചെയ്ത് റെഡിയാക്കി എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് തിരികെ എത്താം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വർക്കലയിൽ നിന്നും സത്യനാണ്. സത്യൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, പറയൂ. സാറേ, എനിക്ക് 74 ഇയേഴ്സ് ഓൾഡ്. ലെഫ്റ്റ് സൈഡിലുള്ള കീഴ്ത്താടിയിലുള്ള പല്ല്
രണ്ടെണ്ണം ഇളകി പോയി. അപ്പൊ അതില്ല, ഇപ്പൊ ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും കഴിക്കുന്നത് വലതുവശം കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും. അപ്പൊ അത് അങ്ങനെ ഒരു സൈഡ് കൊണ്ട് മാത്രം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, വെക്കണമോ എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ചോദ്യം വ്യക്തമായി. ഇടത് ഭാഗത്ത് ആണ് പല്ല് പോയിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ പല്ല് പോയിട്ടുണ്ട്. 2 പല്ല് പോയെന്നാണ് പറഞ്ഞത്, അത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പല്ല് പോയിട്ട് പകരം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കുള്ള പല്ലുകളൊക്കെയാണ് പോകുന്നത്. മിനിമം 8 പല്ലെങ്കിലും കേടാവാൻ സാധ്യതയുണ്ട്. കാരണം ആ സ്പേസിലേക്ക് ബാക്കിയുള്ള താഴത്തെയും മേലത്തെയും പല്ലുകൾ നീങ്ങി വരികയും ആ ഭാഗത്തേക്ക് പല്ലുകൾ നീങ്ങി വരുമ്പോൾ ചുറ്റുമുള്ള പല്ലുകളുമായിട്ടുള്ള അടുത്തടുത്തുള്ള അലൈൻമെൻറ്റ് മാറുകയും ഈ പല്ലുകളുടെ ഇടയ്ക്ക് ഭക്ഷണം കയറിയിരുന്ന് കേടുവരികയും ചെയ്യും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അത് കൂടാതെ ഉള്ള ബുദ്ധിമുട്ടുകൾ താടി എല്ല്, ഈ ജോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ 2 സൈഡിലുള്ള ജോയിൻറ്റിന് നമ്മൾ ചവയ്ക്കുമ്പം ഒരു സൈഡിൽ തന്നെ ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ സ്ട്രെസ്സ് കൂടുതൽ വരും. അപ്പോൾ അവിടെ ഡിസ്കിന് കംപ്ലയിൻറ്റ് വരും, നമുക്ക് വാ തുറക്കാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ പല്ലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിൽ വെച്ച് ചവയ്ക്കില്ല. ചവയ്ക്കാതെ വരുമ്പോൾ എന്ത് പറ്റും, അവിടെ കൂടുതൽ മോണരോഗങ്ങളും അഴുക്കടിഞ്ഞു കൂടിയിട്ട് മോണരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വായുനാറ്റം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ താങ്കൾ ദയവായി എടുത്തു കളഞ്ഞ പല്ലുകൾ നിർബന്ധമായിട്ടും കൃത്രിമ പല്ലുകൾ വയ്ക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് വയ്ക്കുക. 2 സൈഡ് വെച്ചും നല്ലപോലെ കടിച്ച് ചവച്ച് കഴിക്കുക. ഡോക്ടറെ, നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ആശുപത്രി അടക്കം വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് ഈ ഒരു ദന്ത ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം നമ്മുടെ സർക്കാർ ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു ദന്ത ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ദന്തൽ കോളേജുകളിലേക്കുള്ള പ്രൊജക്റ്റ്, അതൊക്കെ എങ്ങനെയാണ്? അതുപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് ദന്തൽ ടൂറിസം എന്ന് പറയുന്നത്, അതിൻ്റെ സാധ്യതകൾ അതൊക്കെ ഒന്ന് വിവരിക്കാമോ? സർക്കാരിന് ഒരുപാട് ആളുകളെ സെർവ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സകൾ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലും ഹെൽത്ത് സർവീസിലുള്ള ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും മികച്ച രീതിയിലുള്ള ദന്ത ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹെൽത്ത് സർവീസ് മേഖലകളിലാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ചികിത്സകൾ കൂടുതൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർട്ട് ഹോസ്പിറ്റൽ നമ്മൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് വഴി ഞാനടക്കം 6ഓളം സ്പെഷ്യലിസ്റ്റുകളെ നിയമിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഒത്തുചേർന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനെ സമീപിക്കുമ്പോൾ അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ വിങ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ചികിത്സാ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം അലോപ്പതി ചികിത്സയിലെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഒരു ചികിത്സാ രീതിയാണ് മോഡേൺ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന ഡെൻ്റൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ തന്നെ 9 സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പം ഇവരുടെ സ്പെഷ്യലിസ്റ്റ് സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാക്കി ഒരു പേഷ്യൻറ്റിന് ഒരാളുടെ സഹായം മാത്രമായിരിക്കില്ല വേണ്ടി വരിക, മറ്റുള്ള ആളുകളുടെ സഹായം വേണ്ടി. അതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലുകളിലും സ്പെഷ്യലിസ്റ്റ് കെയർ കിട്ടുന്നുണ്ട്. ഡെൻറ്റിസ്ട്രി തന്നെ BDS ലെവൽ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചികിത്സകൾ കൃത്യമായി സർക്കാർ മേഖലകളിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഉള്ള ഒരു പുതിയ കാര്യമാണ് ഡെൻ്റൽ ടൂറിസം. നമ്മുടെ കേരളം പ്രകൃതി രമണീയമാണ്, ഒരുപാട് പ്രകൃതി ഭംഗി കൊണ്ടും നദികൾ കൊണ്ടും അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം പുറത്തുള്ള ചികിത്സകൾ, വിദേശ രാജ്യങ്ങളിലുള്ള ദന്ത ചികിത്സകൾ ഒരുപാട് പൈസയുള്ളത്, ഇൻഷുറൻസ് ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചികിത്സ ചെയ്യുന്ന കാര്യം, പല്ലിൻ്റെ ചികിത്സ ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ സമയത്താണ് നമ്മുടെ കാര്യമുള്ളത്. നമുക്കിവിടെ ഇഷ്ടംപോലെ ഡെൻ്റൽ കോളേജ്, 24-25ഓളം ഡെൻ്റൽ കോളേജുകൾ, പ്രൈവറ്റ് അടക്കം ഇഷ്ടംപോലെ ഡെൻറ്റിസ്റ്റുകൾ. ആ ഒരു സൗകര്യം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഡെൻറ്റിസ്ട്രി കേരളത്തിൻ്റെ ഒരു വലിയൊരു മണി ബാങ്കായിട്ട് മാറും. അത്രയും സൗകര്യങ്ങളുണ്ട്. നമുക്ക് ടൂറിസത്തിനോട് കൂടെ ക്ലബ് ചെയ്ത് നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ കേരളത്തോടും നമ്മുടെ ആളുകളോടും കൂടെ ക്ലബ് ചെയ്ത് ഡെൻറ്റിസ്ട്രിയെ വളർത്താൻ പറ്റും. അത് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും കേരളത്തിൽ നിന്ന് ഡെൻറ്റിസ്റ്റുകൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കില്ലുള്ള നല്ല ആളുകളുണ്ട്. അപ്പോൾ അവരെ ഉപയോഗിച്ച് നമുക്ക് ഇത് ഒരുപാട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്.
ദന്തക്രമീകരണ ചികിത്സയിലെ ചില നൂതന രീതികളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജനും ഓർത്തോഡോണ്ടിക് ആൻഡ് ഡെന്തോഫേഷ്യൽ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്ടർക്കുള്ള 2023 അവാർഡ് ജേതാവ് കൂടിയായിരുന്ന ഡോക്ടർ ബാബു ഈസിയാണ്. ഡോക്ടർ, നന്ദി.